അങ്ങനെ അവന് ഞാൻ വാങ്ങിച്ചത് നെക്ലസ് ഇട്ടേക്കുന്നുണ്ട്, നീ എന്റെ ഗേൾ ഫ്രണ്ടാന്ന് പറയുമ്പം അവളും ഇതെനിക്ക് ജിയാങ്ക ഗിഫ്റ്റ് ചെയ്തെന്ന് പറയും. അപ്പോഴാണ് അവനും പറയുന്നത് നിനക്ക് ഈ നെക്ലസിന്റെ അർത്ഥം എന്താന്ന് അറിയാവുന്ന. അങ്ങനെ ഹിപ്പാറ്റി ആണെങ്കിൽ എന്റെ ഹിപ്പാറ്റിയ നീയല്ലേ എന്നറിഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പം അവളാണ് സന്തോഷത്തി, എങ്കിൽ പിന്നെ ഈ ഗിഫ്റ്റ് നീ എനിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് അവനും ആദ്യം തൊട്ടേ ഞാൻ നിനക്ക് വേണ്ടിയാണ് വാങ്ങിച്ചിരുന്നത്, പക്ഷെ അറിയാതെ അത് അവളുടെ അടുത്തായി പോയെന്ന് അറിഞ്ഞിട്ട് അവനിപ്പോ സ്നേഹത്തോടെ ഇവളുടെ ചെളി മറച്ചു വയ്ക്കാൻ വേണ്ടി അവന്റെ ഷർട്ട് ഊരി ഇവൾക്ക് അത് ഇട്ട് കൊടുക്കും. അങ്ങനെ അതോടെ ഇവർ തമ്മിലുള്ള സ്നേഹം ഇപ്പൊ പരസ്പരം മനസ്സിലാക്കി രണ്ടുപേരും കൂടെ സെറ്റായി. അങ്ങനെ ആ ഒരു റൊമാൻറ്റിക് മൂമെന്റോടെ ഇവർ രണ്ടുപേരും കൈയും പിടിച്ചോണ്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് അങ്ങ് പോകും. അതിനുശേഷം റൂമിലേക്ക് വന്ന സിയാനാണ് അവള് ഞങ്ങളപ്പോ ഇപ്പൊ കപ്പിൾസ് ആയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സന്തോഷിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ഇവളുടെ കൂട്ടുകാരിയും ഇവൾക്കെന്തോ ഇന്ന് കുറച്ച് നാണം കൂടുതലെന്ന് പറഞ്ഞ് അടുത്തേക്ക് വന്ന് ചോദിക്കുമ്പോൾ സിയാനും ഇവളോട് ആ കാര്യം പറയാൻ വേണ്ടി വരും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ജിയാങ് ആണ് ഈ ഡേറ്റിംഗ് ഭയങ്കര ബോറാ സിയാന്ന് പറഞ്ഞിട്ട് അവൾ അവിടേക്ക് വന്നിരിക്കും. അപ്പോഴാണ് കൂട്ടുകാരിയും ലിങ്ങിന്റെ കൂടെ ക്രിഞ്ച് അടിച്ചിരുന്നാൽ നിനക്ക് ബോറടിക്കത്തുള്ളെന്ന് അവളും കളിയാക്കുമ്പോൾ ജിയാങ് നീയും യുവാനേക്കാളും വലിയ ക്രിഞ്ചൊന്നല്ലെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്കാവും. അതേസമയം ഇവിടെ യാൻഷങ് ആണ് നാളെ നിനക്ക് വേണ്ടി ഞാൻ നേരത്തെ തന്നെ ക്ലാസ്സിൽ ചെന്ന് സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഇവിടുന്ന് റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അടുത്ത ദിവസം സിയാനാണ് അവന്റെ ഫ്രണ്ട് കുറച്ച് ലുക്കായിട്ട് പോകണമെന്ന് പറഞ്ഞ് ഇവള് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഇവളുടെ കൂട്ടുകാരിയും മേക്കപ്പ് ഒക്കെ ഞാൻ പഠിപ്പിച്ചു തരാൻ സിയാന്ന് പറഞ്ഞിട്ട് ഇവൾക്ക് ആദ്യം ഐബ്രോസ് ഇട്ട് കൊടുക്കും. പക്ഷെ ആദ്യത്തെ ഒരു ഐബ്രോ ഇടുമ്പോൾ തന്നെ ഇവളുടെ ബോയ് ഫ്രണ്ട് യുവാനാണ് സിനിമയ്ക്ക് 10 മിനിറ്റ് ഉള്ളെന്ന് പറഞ്ഞിട്ട് ഇവൾ ഇപ്പൊ തന്നെ വരാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് അവളും ധൃതിയില് എനിക്ക് പോയേ പറ്റത്തുള്ള സിയാന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പോൾ എങ്കിപ്പോ നീ ഒരെണ്ണം നോക്കി ഞാൻ മറ്റേ സൈഡ് ഇട്ടോളെന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൂട്ടുകാരി അങ്ങ് പറഞ്ഞേക്കും. പക്ഷെ അവസാനം അത് പണി വാളിപ്പോയി. അങ്ങനെ അതുകൊണ്ട് അവള് യാൻഷങ്ങിന്റെ അടുത്തിരിക്കാതെ കുറച്ച് മാറി വന്നിരിക്കുമ്പോൾ ഇവൻ എന്റെ അടുത്തിരിക്കാതെ എവിടെ പോയെന്ന് പറഞ്ഞിട്ട് അവന് പുറകെ തന്നെ വരും. പക്ഷെ ഇവളാണ് അവളുടെ ഫേസ് കാണിക്കാതെ ഇന്നലെ നീ തന്ന ഷർട്ട് ഇന്നാന്ന് പറഞ്ഞിട്ട് അവന്റെ അങ്ങ് തിരിച്ചു കൊടുക്കും. അപ്പോഴാണ് അവനും എന്തോ സംഭവിച്ച മോളെന്ന് പറഞ്ഞ് അവളുടെ മുഖം കാണാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുമ്പോൾ ഇവനും കുറച്ച് ശക്തിയിലായിരിക്കും അവളെ പിടിച്ച് തള്ളിയിടുന്നത്. അതുകൊണ്ട് അവളും ഇവന്റെ അടുത്ത് എങ്ങനെയൊക്കെ രക്ഷപ്പെടാന്ന് പറഞ്ഞ് സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ ഇവൻ അറിയാതെ കുറച്ച് ശക്തി തള്ളിയിട്ടാന്ന് പറഞ്ഞിട്ട് ക്ലാസിന്റെ ഇടയ്ക്ക് ഇവന് ലെറ്ററൊക്കെ എഴുതി കൊടുത്തോണ്ടിരിക്കും. പക്ഷെ അത് കണ്ടിട്ട് അവളൊന്നും മൈൻഡ് പോലും ചെയ്യത്തില്ല. അപ്പോഴാണ് അടുത്തായിട്ട് ഇവനും ഒരു പേപ്പർ എഴുതി ഇവളുടെ അടുത്ത് എറിയുമ്പോഴാണ് അത് നേരെ സാറിന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലും. അങ്ങനെ അതുകൊണ്ട് ഇവരുടെ ഇവിടെ പേടിച്ചിരിക്കുമ്പോൾ സാറാണെ തുറന്നു നോക്കിയിട്ട് ഞാൻ ദേഷ്യപ്പെട്ട കാണാൻ നല്ല ക്യൂട്ടാണെന്നോ ആരാടാ എനിക്കിത് എഴുതിയ എന്നിന് സാർ അവിടെ ചോദിക്കുമ്പോൾ ഇവിടെ യാൻഷങ് ആണ് നാണം കെട്ടിരിക്കും. കൂടാതെ പിള്ളേരെല്ലാരും കൂടി ഇതുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളും തിരിഞ്ഞ് യാൻഷങ്ങിനെ നോക്കും. അപ്പോഴാണ് അവന് പിടി കിട്ടുന്ന ഇവളുടെ ഐബ്രോസ് കുളമായിരിക്കുന്നുണ്ട് ഇവൾ ഇങ്ങോട്ടേക്ക് നോക്കാത്തേന്ന്. അതിനേശം അവള് നാണക്കേട് സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഇവൻ അതൊന്നും എനിക്കൊരു സീനില്ലെന്ന് പറഞ്ഞ് ഇവളുടെ കൈയൊക്കെ എടുത്തളയാൻ വേണ്ടി പറയും. അതിനേശം ഇവരിങ്ങനെ കൈയും പിടിച്ച് ഒരുമിച്ച് വരുമ്പോഴാണ് സ്വിമ്മിംഗ് ക്ലബ് ഇരിക്കുന്ന എല്ലാവരും കൂടി ഷോക്കായി നിങ്ങൾ തമ്മിൽ എന്നിന് അവരൊക്കെ ഓരോരുത്തരും ചോദിക്കും. അപ്പോഴാണ് യാൻഷങ്ങും ഞങ്ങൾ തമ്മിൽ കപ്പിൾസ് ആടി ഞങ്ങൾ രണ്ടുപേരും ഒഫീഷ്യലായിട്ട് ഇപ്പൊ ഡേറ്റ് ചെയ്യാണ് എന്നിന് അവനും പറഞ്ഞ ഉടനെ എല്ലാരും ഇത് തന്നെ ഞങ്ങൾ പ്രതീക്ഷയെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിശ്വം അറിയും. പക്ഷെ ഇവിടെ ടോങ്ങിന് മൊത്തത്തിൽ വമ്പൻ ഷോക്കായി പോയി. അതിനേശം ലിങ്ങും ഇവളുടെ ഫേസ് കണ്ടിട്ട് നിന്നെ കാണാൻ ഇപ്പൊ ഷിൻഷാനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ അവള് നാണം കെട്ടി ഇപ്പൊ തന്നെ ഞാൻ പോയി മേക്കപ്പ് ഇടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനേശം അന്ന് വൈകിട്ട് ഇവിടെ ലിങ്ങും ജിയാൻ പറയുന്നതെല്ലാം കേൾക്കാന്ന് പറഞ്ഞുകൊണ്ട് അവൾ കഴിക്കാൻ വേണ്ടി ചിക്കൻ വാങ്ങിച്ചോണ്ട് പോകും. അതിനേശം അവളതെടുത്ത് കഴിക്കുമ്പോഴാണ് അറിയാതെ ഇവളുടെ മുടിനകത്ത് ഫുഡ് ഒട്ടിപ്പോകും. അതുകൊണ്ട് ഇവൻ അതൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുമ്പോൾ ഇവളും കുറച്ച് ഷോക്കായിട്ട് അവനെ തന്നെ ഇങ്ങനെ സ്റ്റണ്ണായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവനും നിനക്കിത് എന്തോ പറ്റുന്ന അറിഞ്ഞ് അവൾ തിരിച്ച് ബോധത്തിലേക്ക് വരിപ്പിക്കുമ്പോൾ അതിനേശം അവളും കുറച്ച് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അറിയാതെ വേറൊരുത്തിന്റെ ടീ വളങ്ങ് തട്ടിക്കളയും. അതുകൊണ്ട് അവരും ദേഷ്യത്തി നിനക്ക് കണ്ണൊന്നില്ലെന്ന് പറഞ്ഞിട്ട് അവളെ കുറെ വഴക്കുറയുമ്പോൾ അവിടേക്ക് വരുന്ന ലിങ്ങും നിന്റെ ഒന്നൊരു കപ്പലിൽ പോയുള്ളൂ, നിനക്ക് വേണം ഞാൻ 2 കപ്പ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു തരാം, അല്ലാതെ എന്റെ ഗേൾ ഫ്രണ്ട് ഇങ്ങനെ ശല്യപ്പെടുത്തില്ല എന്നിന് അവന് മാസമായിട്ട് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഇവളാണ് മൊത്തത്തിൽ ഇംപ്രസ് ആയി പോകും. അതിനേശം ഇവിടെ റൂമിൽ വെച്ച് സിയാന്റെ കൂട്ടുകാരിയാണ് എല്ലാവരും അറിഞ്ഞിട്ടാണോടി ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞിട്ട് ഇവള് യാൻഷങ് തമ്മിൽ സെറ്റായ കാര്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനേശം അവളും എങ്കിൽ പിന്നെ നിന്റെ നാളും നോക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ കാർഡ് എടുക്കുമ്പോൾ അവിടേക്ക് ഒന്ന് ജിയാങ് ആണ് എന്റെ ഒന്ന് നോക്കാന്ന് പറഞ്ഞു ചോദിക്കും. അതിനേശം ഇവളൊരു കാർഡ് ചൂസ് ചെയ്യുമ്പോഴാണ് സിയാന്റെ കൂട്ടുകാരിയും നിനക്ക് ഇഷ്ടപ്പെട്ട ആള് നിന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് അറിയും. അങ്ങനെ അത് ആരായിരിക്കും ഇവളുമാര് ഗസ് ചെയ്യുമ്പോഴാണ് അത് ലിങ്ങാന്ന് പറഞ്ഞ് അവളെ കളിയാക്കും. അതോടെ ജിയാങ് ആണ് കാണിച്ചിട്ട് ഞാൻ ഒരിക്കലും ലിങ്ങിനെ സ്നേഹിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോയിട്ട് അവനെ കുറിച്ച് ആലോചിച്ച് വീണ്ടും ഷൈ ആയിക്കൊണ്ടിരിക്കും. കാരണം ഇവൾക്ക് സത്യത്തെ അവന് ഇഷ്ടമാണ്. അതിനേശം അടുത്ത ദിവസം സിയാനെ സന്തോഷത്തോടെ യാൻഷന് കഴിക്കാൻ വേണ്ടി ഫുഡായിട്ട് വരുമ്പോഴാണ് അവിടെ ടോങ് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് അവളും വന്നതിന് ശേഷം ഞാൻ കൊടുത്തോളം പറഞ്ഞിട്ട് ഇവളെ അങ്ങ് പറഞ്ഞയക്കും. പക്ഷെ ഇവള് ദേഷ്യത്തി അത് വേസ്റ്റിനകത്ത് ഇട്ടിട്ട് അവൾ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ ക്ലബിലേക്ക് വരുന്ന സിയാനാണ് ഇവൾക്ക് ഫുഡ് മാറിപ്പോയെന്ന് പറഞ്ഞ് അവന് വേണ്ടി വാങ്ങിച്ച ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ അതേസമയം ടോങ് ആ ഫുഡ് വേസ്റ്റിനകത്ത് ഇട്ട് വെച്ചേക്കുന്ന ഇവളും കാണും. അതേപോലെ തന്നെ ഇവിടെ ജിയാങ് സ്നേഹത്തി ലിങ്ങിന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ അവനാണ് പേടിച്ചിട്ട് ഈ ഫുഡിനകത്തല്ലേ വിഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഓരോ ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ഇതേപോലെ സ്നേഹത്തിലൊന്നും അവൾ ഇതുവരെ ബിഹേവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവന് മൊത്തത്തിൽ പേടിച്ചിരിക്കുമ്പോൾ നിനക്ക് ഫുഡ് തരാൻ വന്ന ഞാനവിടെ വലിയ മണ്ടി നിറഞ്ഞ് അവനെ ചീത്ത വിളിക്കും. അപ്പോഴാണ് അവന് സമാനത്തി ഈ സത്യത്തിൽ ജിയാങ് തന്നെ
പറഞ്ഞ. എന്നിട്ട് അവനും ഈ ഫുഡിനകത്ത് വിഷമെന്ന് പറഞ്ഞിട്ട് അവളെ അങ്ങ് പറഞ്ഞേക്കും. അതേസമയം ഇവിടെ സിയാനാണ് ഇപ്പൊ നേരിട്ട് ടോങ്ങിനെ തന്നെ ഒന്ന് കണ്ട് ഇവളെ തന്നെ യാൻഷങ്ങിന് വേണ്ടി വാങ്ങിച്ച ഫുഡൊക്കെ വേസ്റ്റിനകത്ത് ഇട്ടേം ചോദിക്കും. അപ്പോഴാണ് അവളും ഞാൻ എന്നിട്ടില്ല സിയാന്ന് പറഞ്ഞിട്ട് അവൾ ക്ലാസ്സിന് പോകാന്ന് അറിയുമ്പം സിയാനും നിന്നെ കുറിച്ചുള്ള സത്യമല്ല എനിക്കറിയാന്ന് പറഞ്ഞിട്ട് ഇവളെന്ന് യാൻഷങ്ങായിട്ട് ഞാൻ മനഃപൂർവ്വം പ്രശ്നത്തിലാവാൻ വേണ്ടിയല്ല അവന്റെ കൂട്ടുകാരനായിട്ടുള്ള വീഡിയോ ഒക്കെ ഇവളുടെ കൊടുത്തയച്ചാൻ ചോദിക്കും. പക്ഷേ ടോങ് ആണ് ഞാൻ യാൻഷനെ സഹായിക്കാൻ വേണ്ടി നോക്കിയതാ, അല്ല ഞാൻ എന്തിനാ അവനെ സമാനപ്പെടുത്താൻ വേണ്ടി നിന്റെ വീഡിയോ കൊടുത്തയക്കുന്നത്. എന്നിന് ഇവളും ചോദിക്കുമ്പം യാൻഷങ് അവന്റെ ഫ്രണ്ടിനെ കുറിച്ചുള്ള എല്ലാ കാര്യം ഇവളോട് പറഞ്ഞെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ തന്നെ യാൻഷങ്ങിനെ വിളിച്ച് നിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി കൊടുക്കാന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പം അതേസമയം അവനാണ് ഒരു മീറ്റിംഗിലാന്ന് അറിഞ്ഞിട്ട് ഇവളെ പിന്നെ വിളിക്കാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇവിടെ ടോങ് സമാനത്തിരിക്കുമ്പം സിയാൻ ഈ പ്രശ്നം ഇതോടെ വിടത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന ടോങ് ആണ് ഇനി വെറുതെ ഇരുന്ന സീനാന്ന് വിചാരിച്ചിട്ട് അവളൊരു പ്ലാൻ ചെയ്യും. അങ്ങനെ അതുകൊണ്ട് സ്വിമ്മിംഗ് ക്ലബ്ബിൽ ചെന്ന് ഇവൾ അവിടുത്തെ വെള്ളത്തിൽ മുങ്ങി കിടക്കുമ്പോഴാണ് പിള്ളേരെല്ലാം പേടിച്ചിട്ട് ഇവൾക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞ് അവളെ ചെന്ന് രക്ഷിക്കും. പക്ഷെ ഇതെല്ലാം ടോങ്ങിന്റെ ഒരു നാടകമാണ്. അതേസമയം മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇവിടെ യാൻഷങ്ങും സിയാന് മെസ്സേജ് അവനിപ്പോ വരാന്ന് പറയുമ്പോൾ അതേസമയം സ്വിമ്മിംഗ് ക്ലബ്ബിൽ നിന്ന് ഇവനൊരു ഫോൺ കോൾ വരും ടോങ് വെള്ളത്തിൽ മുങ്ങിപ്പോയെന്ന്. അതുകൊണ്ട് ഇവനും പേടിച്ചിട്ട് എങ്കിൽ പിന്നെ അവളെ കാണാൻ വേണ്ടി ആശുപത്രി പോകാന്ന് പറഞ്ഞ് സിയാന് മെസ്സേജ് അയച്ചിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ ടോങ് ആണ് കണ്ണോർ നോക്കുമ്പം യാൻഷങ്ങിനെ വെച്ച് ബാക്കി എല്ലാവരും കാണും. അതുകൊണ്ട് അവൻ എവിടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇവന്മാര് അവൻ വന്നോണ്ടിരിക്കുമെന്ന് പറയും. അപ്പിലാണ് ടോങ്ങും എന്റെ ബാഗിനകത്ത് ഒരു മരുന്നുണ്ട് ഷീന്ന് പറഞ്ഞ് അവനിത് എടുക്കാൻ പറയുമ്പം യുവമാരെല്ലാം ഷോക്കായി ഇവൾ ഏത് മരുന്നാ കഴിക്കുന്ന പറഞ്ഞ് അവരൊക്കെ ഞെട്ടും. അപ്പിലാണ് ഷീയെ നോക്കുമ്പം ഇവള് ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്ന അവന്മാരൊക്കെ അറിയാൻ വരും. അങ്ങനെ അതുകൊണ്ട് ഇവൾക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവന്മാരൊക്കെ ഞെട്ടുമ്പം അതേസമയം അവിടേക്ക് യാൻഷങ്ങ് വരും. അതിനുശേഷം അവനും നീ ഇത് എപ്പോ തൊട്ട് ഈ ഗുളിക കഴിക്കുന്ന പറഞ്ഞ് അവളോട് കഴിക്കുമ്പം അവൾ 1 വർഷമായിട്ട് ഇപ്പൊ ഇത് കഴിക്കുമെന്ന് പറയും. എന്നിട്ട് ഇവന്മാരും ഡോക്ടറിനെ ചെന്ന് കാണിക്കുമ്പോഴാണ് ഡോക്ടറും അവൾക്ക് സങ്കടകരമായിട്ട് വല്ല സംഭവം ഇനിമ നടന്നിട്ടുണ്ടോന്ന് ചോദിക്കും. അല്ലാതെ ഈ ഗുളിക കഴിക്കുന്ന അവൾക്ക് സ്ട്രെസ്സാന്ന് പറഞ്ഞ് അവൾ അവോയ്ഡ് ചെയ്യാൻ പറയുമ്പം ഇവന്മാരും അവൾക്കല്ലാതെ വേറെ സീരിയസ് ആയിട്ടെല്ലാം ഭക്ഷണം ഉണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് ഡോക്ടർ അതൊന്നുമില്ല അവളുടെ വിഷമമൊക്കെ മാറുന്നവരെ ചുമ്മാ കൂട്ടിന് നിന്നാതെന്ന് പറഞ്ഞ് അവൾക്ക് സപ്പോർട്ടായിട്ടിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിനുശേഷം യാൻഷങ് അപ്സെറ്റായിട്ട് അവളെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവൾ എനിക്കൊന്നും കുഴപ്പമില്ല, ഈ സമയത്ത് നിന്നെ പോലെ കെയറിംഗ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം എന്റെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവൾ അവനോട് പറയും. അപ്പോഴാണ് അവനും കുറച്ച് വിഷമിച്ച് ഇവൾക്ക് എപ്പോ തൊട്ട ഇങ്ങനെ വിഷമങ്ങളൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവൾ നമ്മുടെ കൂട്ടുകാരെ അന്ന് മരിച്ചപ്പോൾ തന്നെ ഇവൾ മൊത്തത്തിൽ സങ്കടത്തിലായെന്ന് പറയും. അതുകൊണ്ട് അന്നോട്ട് ഇവൾക്ക് ഉറക്കമൊന്നും നല്ല രീതിക്ക് വരത്തില്ലെന്ന് പറയുമ്പം ഇവരുടെ കൂട്ടുകാരനെ കുറിച്ച് പറയുന്നുണ്ട് തന്നെ ഇപ്പൊ യാൻഷങ്ങിനെ അതോർത്തിട്ട് അവന് നല്ല രീതിക്ക് ടെൻഷനാകും. അതുകൊണ്ട് അവനും കൂടെ ചേർന്ന് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പം ഇവിടെ ടോങ്ങും ഞാൻ അവനെ രക്ഷിക്കാൻ പറ്റിയെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കും. പക്ഷെ യാൻഷങ്ങാണ് ഞാൻ കാരണം എന്റെ കൂട്ടുകാരൻ മരിച്ചതെന്ന് പറഞ്ഞ് അവ വീണ്ടും അപ്സെറ്റ് ആകും. അതിനുശേഷം ഈ കാര്യമൊക്കെ സിയാന്റെ കൂട്ടുകാരിയും അവളോടൊന്ന് പറയുമ്പോഴാണ് സിയാനാണ് ഷോക്കായിട്ട് ടോങ്ങിന് ഡിപ്രഷനോന്ന് പറഞ്ഞിട്ട് അവൾ ഞെട്ടിപ്പോകും. അങ്ങനെ അതിനുശേഷം യാൻഷനെ വിളിച്ച് ഈ കാര്യം ചോദിക്കുമ്പോഴാണ് അവനാണ് ടോങ്ങിന് ഇപ്പൊ ഒന്നും കുഴപ്പമില്ല അവളിപ്പോ റെസ്റ്റ് എടുക്കുവാന്ന് പറയും. കൂടാതെ എന്നോട് എന്തോ സംസാരിക്കാൻ വേണ്ടി നീ മുമ്പ് ഫോൺ വിളിച്ചെന്ന് പറഞ്ഞ് യാൻഷങ് അവളോട് ചോദിക്കുമ്പം സിയാൻ ഇപ്പൊ പറയുന്നത് മോശമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ ആ കാര്യം പിന്നെ ഇവനോട് പറയാന്ന് പറയും. അതിനുശേഷം അവനും എങ്കിൽ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ നിന്നെ കാണാൻ വേണ്ടി വരാമെന്ന് ഇവളോട് സംസാരിക്കുമ്പം ഇതേക്കുന്ന ടോങ്ങും ഇവൻ ഇവിടുന്ന് പോകല്ലെന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും വയ്യാതെ പോലെ ഇവന്റെ ഫ്രണ്ട് ആക്ട് ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് ഇത് കാണുന്ന അവനാണ് ഇവൾക്ക് എന്തായാലും ഭക്ഷണം ഉണ്ടോന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവൾ എനിക്കൊന്നും കുഴപ്പമില്ല, നിനക്ക് എന്തായാലും അർജന്റായിട്ടുണ്ടെന്ന് ഇവിടുന്ന് പോയിക്കോ, ഞാൻ ഇവിടെ തന്നെ റെസ്റ്റ് എടുത്തോളാം. എന്നിന് ഇവളും അവൾക്ക് സംസാരിക്കാൻ മാത്രം ആരെങ്കിലും കൂടെ ഉണ്ടായാൽ മതി എന്ന് പറയും. അങ്ങനെ പോകാൻ പറഞ്ഞിട്ട് മനഃപൂർവ്വം ഇവനെ തന്നെ ഫോഴ്സ് ചെയ്ത് ഇരുത്താൻ നോക്കുക. അങ്ങനെ യാൻഷങ്ങിനെ തന്നെ ഇവളുടെ കൂടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പറയുമ്പം ഇതേക്കുന്ന ഷീയും അവൻ കുറച്ച് വിഷമത്തോടെ അതെല്ലാം കേട്ടിരുന്നിട്ട് അവൻ അകത്തേക്ക് കയറി വരും. ടോങ് നിന്റെ റിപ്പോർട്ട് ഡോക്ടർ കൊടുത്തയച്ച്, എങ്കിൽ പിന്നെ യാൻഷങ് നീ അവൾ കൂട്ടി നിന്നോ, എനിക്ക് റെസ്റ്റോറൻറ്റിൽ കുറച്ച് പണിയുണ്ട്. അതിനെ ടോങ്ങിന് വേണ്ടി അവന് യാൻഷങ്ങിനെ ഇവിടെ ആക്കിയിട്ട് അവൻ വിഷമിച്ച് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ യാൻഷങ്ങും അവനിനി കുറച്ച് വരാൻ ലേറ്റാവെന്ന് അറിഞ്ഞ് സിയാന് മെസ്സേജ് പറയുമ്പം അവളാണ് കുറച്ച് വിഷമത്തിരിക്കും. എന്നിട്ട് ഇവിടെ കൂട്ടുകാരിയും ഇപ്പൊ ആ ടോങ്ങിന് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പം സിയാനും യാൻഷങ് ഇപ്പൊ അവൾക്ക് കൂട്ടിനിരിക്കാന്ന് പറയും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന ജിയാങ് ആണ് പെട്ടെന്ന് തന്നെ അവൾക്ക് ഡിപ്രഷനൊക്കെ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവൾക്ക് കാര്യമെല്ലാം പിടിയിട്ടും ഇതെല്ലാം ചുമ്മാ നാടകമാണെന്ന്. അവിടെ നിങ്ങൾ കപ്പിൾസ് ആയപ്പോൾ തന്നെ അവൾക്ക് ഇതൊക്കെ വരണമെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം സിയാനും കുറച്ച് ആലോചിക്കാൻ തുടങ്ങും ഇനി ഇവള് പറഞ്ഞ പോലെ തന്നെ അത് അവളുടെ വെറും നാടകമാണെന്ന്. അതിനുശേഷം അടുത്ത ദിവസം ടോങ്ങിനെ സൈക്കോളജി ഡോക്ടറിനെ കാണിച്ച് ഇന്ന് റിപ്പോർട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ ഇന്ന് അറിയുന്നറിഞ്ഞ് ഇവന്മാരുണ്ട് അവളെ കാണാൻ വേണ്ടി ചെല്ലുമ്പം അതേസമയം അവളെ റിപ്പോർട്ട് അയച്ചു നോക്കിയിട്ട് ഇവന്മാരുടെ അടുത്ത് അവൾക്ക് ഇപ്പോഴും ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു തള്ളം കറക്കും. അപ്പോഴാണ് യാൻഷങ്ങും എങ്കിൽ പിന്നെ ഞാൻ റിപ്പോർട്ട് നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് വാങ്ങിക്കാൻ നോക്കുമ്പം അവളാണ് ഇവന്റെ കൊടുക്കാതെ നിങ്ങൾക്ക് എന്നെ പേഷ്യന്റ് ആയിട്ട് നോക്കുന്നത് നിർത്താവോ, ഈ റിപ്പോർട്ട് ഉണ്ട് നിങ്ങൾ കുറച്ചും കൂടെ എന്നെ പേടിപ്പിക്കും എന്നിന് ഇവളും പറയുമ്പം അവന്മാരെ അത് വിശ്വസിച്ചിട്ട് ഇവളെ സമാനപ്പെടാൻ വേണ്ടി പറയും. കൂടാതെ ഇവൾക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് വേണ്ടെങ്കിൽ എങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവള് പറയുന്നതൊക്കെ സമ്മതം കൊടുക്കും. കാരണം ഡോക്ടർ എന്നെ ഇവൾ ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞ, അതുകൊണ്ട് അവൾ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ഇവന്മാരോട് ചോദിക്കുന്നത്. പക്ഷേ ഈ സത്യം അറിയാത്ത ഷീയാണ് ഇവളെ ഗുണപ്പെടുത്താൻ വേണ്ടി യാൻഷങ്ങിന്റെ അച്ഛൻ അറിയുന്ന ഒരു ബെസ്റ്റ് ഡോക്ടറില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്
കസിനോടൊന്ന് സഹായം ചോദിക്കാൻ വേണ്ടി പറയും. അതിനെ ശവനും ചോദിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഇതേസമയം ഇവളെ റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ ഇവൾക്ക് ഒരു പ്രശ്നമില്ല, നോർമൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ടേക്കും. അതിനേശം അന്ന് രാത്രി ഇവിടെ യാൻഷങ്ങും അവന്റെ അച്ഛന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടർ ഇപ്പൊ ഇവിടേക്ക് ഒരു ലെക്ചർ കൊടുക്കാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്ലാസ്സിന് പോയാൽ അത് ടോങ്ങിന് യൂസ് ആയിരിക്കുന്ന ഷിയോട് പറയും. അതുകൊണ്ട് അവന് സന്തോഷത്തിൽ ഇപ്പൊ തന്നെ ആ ഷോയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.